നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നാളെ അപേക്ഷ നൽകും. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുവാനാണ് എസ്ഐടിയുടെ തീരുമാനം. വാസുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്യും. പത്മകുമാറിനോട് ചോദ്യം ചെയ്യുവാനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് 2 ദിവസത്തെ സാവകാശം തേടിയിരുന്നു. ഇത് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചുവെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു നിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇവർ ബോധപൂർവമാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും എസ്ഐടി കണ്ടെത്തിയിട്ടുണ്ട്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്ന സംശയവും നിലവിലുണ്ട്. പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചു എന്നതിന് നേരത്തെ മൊഴികൾ ലഭിച്ചിരുന്നതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ എസ്ഐടിയുടെ പക്കലുണ്ടെന്നുമാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും പത്മകുമാർ ഹാജരായിരുന്നില്ല. സമയം പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകാൻ ഒരുങ്ങിയിരുന്നു. നോട്ടീസിന് ശേഷം ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് എസ്ഐടി തീരുമാനിച്ചത്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് പുറത്തേക്ക് കടത്തിയിരുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്കും ഇതിൽ നിർണായക പങ്കുണ്ട്. കാരണം ബോധപൂർവമായിട്ടാണ് ഇവരെല്ലാവരും തന്നെ മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ തന്നെ അനിവാര്യമാണെന്നും അറസ്റ്റ് ഉണ്ടായാൽ അത് കൂടുതൽ പേരിലേക്ക് കൂടി കടക്കുമെന്നുമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വാസുവിനെ അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ പത്മകുമാറിന് 2ാം നോട്ടീസ് നൽകിയിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം 3ാം നോട്ടീസും നൽകാൻ തയ്യാറായത്. 3ാം ദിവസവും പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ആറന്മുളയിലെ വീട്ടിൽ തന്നെ ഇയാൾ തുടരുകയായിരുന്നു. തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടില്ല എന്നുമാണ് പത്മകുമാർ അടുപ്പക്കാരോട് പറഞ്ഞിരുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും തുടർന്ന് അന്വേഷണ സംഘം ഇതിന് തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർണായക ചോദ്യം ചെയ്യലിൽ ആശയക്കുഴപ്പവും തുടർന്നത്.